യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. തന്ന സങ്കീർത്തനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് സഹായത്തിന് പങ്കെടുക്കണം. ദൈവത്തെ ആരാധിക്കുവാനും ഈ സമയത്ത് കടന്നു വരുവാനും പ്രിയ ദൈവദാസനോട് കുടുംബത്തോട് ഒരുമിച്ചുണ്ടായിരിക്കാനുണ്ട്. ദൈവമായി തന്നെ ഈ ഒരു അവസരത്തിനായി പ്രത്യേകിച്ച് അതിന് മുഖാന്തരമായി വിചാരങ്ങളുണ്ട്. പുറത്ത് ദൈവത്തെ നന്ദി പറയുന്നു. അത് വളരെ പ്രത്യേകതയുള്ളൊരു ഞായറാഴ്ചയാണ് നമ്മളിന്ന് കൂടി വന്നിരിക്കുന്നത്. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഈസ്റ്റർ സൺഡേ നമ്മുടെ ഏറ്റവും പ്രത്യേകത ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലൊക്കെ ഇന്ന് വളരെ ആഘോഷത്തിൻ്റെ ഒരു സമയമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് നമുക്കും ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാം. പക്ഷേ നമ്മൾ ആ ഒരു ആഘോഷത്തിൽ അവസാനിക്കുന്നവരല്ല നമ്മളെന്നുള്ളതാണ് പ്രത്യേകത. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ജനനവും ജീവിതവും ശുശ്രൂഷയും മരണവും ഉയർപ്പും ഒക്കെ ലോകം മുഴുവനും ആഘോഷിക്കുന്നത് പല രീതിയിലാണ്. ചിലതിന് പല ഡേറ്റൊക്കെ കൊടുത്ത് ആഘോഷിക്കും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ ഡേറ്റുകളിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളത്. കാരണം പലരും പല സൗകര്യത്തിനനുസരിച്ചാണ് പല ഡേറ്റ്സ് ഉണ്ടാക്കുന്നത്. എന്നാലും ഒരു കാര്യം സത്യമാണ്. എന്താണ്? ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പോയി. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം യേശു ചെയ്ത ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ എന്ന ശുശ്രൂഷ ഓർഡർ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ ശുശ്രൂഷയ്ക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്, അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിനുള്ള നമ്മുടെ ജീവിതത്തിൽ അത് എന്തുകൊണ്ടാണ് അത് ഇത്രയും പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മനുഷ്യന്റെ വേദപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോകണം. നമുക്ക് സമയം കുറവാണ്, വളരെ പെട്ടെന്ന് പോകണം. വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മനുഷ്യന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പത്തി മുതലാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് അധ്യായങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു സമയമുണ്ട്. അതിന് പകരമായിട്ട് ദൈവത്തിന് മനുഷ്യനെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനേ വേറൊരു ഓപ്ഷനുമില്ല. മനുഷ്യന് ഏറ്റവും നല്ല പ്രിവിലേജ് എല്ലാം കൊടുത്ത് ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിരുന്നതാണ്. എന്നാൽ ആ പ്രിവിലേജ് എല്ലാം മനുഷ്യൻ നഷ്ടപ്പെടുത്തി. മനുഷ്യനുണ്ടാകുന്ന എല്ലാ നല്ല നമുക്ക് ഇന്നുണ്ടാകുന്ന ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു സമയത്താണ് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ വളരെ സുഖത്തോടെ ജീവിച്ചിരുന്ന സമയത്ത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവം പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം, ഒരു കാര്യം മാത്രം ചെയ്യരുത്, ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ കയറി അതിന്റെ ഫലം മാത്രം നനയ്ക്കരുത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത പോലെ എന്നാ ഇതിനകത്ത് എന്താണെന്ന് അറിയണം, ഇത് മാത്രം എന്തുകൊണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ദൈവം അത് കൽപ്പിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ആദാം ഹവ്വ പഴം പറിച്ച് കഴിച്ച് കാണത്തില്ല. കുറെ ദിവസം അതിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ ഒരു ദിവസം അവസാനം അത് ഗതിയില്ലാതെ പറിച്ചു പോയതാണ്. സാധാരണ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പിക്ക് ചെയ്ത് അവസാനം ഒരു ദിവസം അതങ്ങ് പറിച്ചു കഴിച്ചു ഏദൻ തോട്ടത്തിൽ പുറത്തായി. ആ സംഭവത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്ന മനുഷ്യനും വീണ്ടും ദൈവം മനുഷ്യനെ ശപിക്കുന്നതായിട്ട് മനുഷ്യനുള്ള കഷ്ടപ്പാടുകൾ ആരംഭിക്കുന്നതായിട്ട് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം അതിന് ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സമയം അവർക്ക് പുറപ്പെടാൻ വേണ്ടി പല കഷ്ടപ്പാടുകൾ അവർക്ക് ഉണ്ടായി. അവർക്ക് അവിടുന്ന് പോരാൻ കഴിയാതെ വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് ആ സമയത്ത് ദൈവം അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്,
നിങ്ങൾ ആ പുറപ്പാട് പുസ്തകം ഒന്ന് വായിക്കാൻ, നിങ്ങൾ വായിക്കേണ്ട, നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ എന്ന് പറയുന്നത് മാത്രം. 12-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാം വാക്യം മുതലുള്ള ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വായിക്കേണ്ട, ഇപ്പം എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഭാഗത്ത് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതും പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നതിൻ്റെയും കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവം അതിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്തൊരു കാര്യം, നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളെ ദൈവം ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് പെസഹ കുഞ്ഞാടിനെ അറക്കുക എന്നുള്ളത്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. എന്തൊക്കെയാണെന്നുള്ളത് ആ റൂൾസ് ഒക്കെ നിങ്ങൾ പിന്നെ വീട്ടിൽ പോയിരുന്ന് സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ മതി. അതിനകത്ത് പെസഹ കുഞ്ഞാടിനെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ഒരു അറക്കാൻ വേണ്ടി മാറ്റി നിർത്തുന്ന ദിവസമുണ്ട്. 14 ദിവസത്തേക്ക് മാറ്റി നിർത്തി ഊനമില്ലാത്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആടിനെ മാറ്റി നിർത്തിയിട്ട് അതിനെ കൊല്ലണം. നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്ന ആ രാത്രി നിങ്ങൾ അതിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടുക. മരണദൂതൻ നിങ്ങളുടെ വീട്ടിൽ കയറാതിരിക്കാൻ ആ രക്തം കാണണം. ആ രക്തത്തിന്റെ ബലത്തിൽ മാത്രമാണ് നിങ്ങളെ ആ മരണദൂതൻ വിട്ടുപോകുന്നത്. ഈ ഒരു സ്ഥാപനം വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ഭൂമിയിൽ വരാനുള്ള ഒരു സമയത്തെ കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ് ദൈവം പഴയ നിയമത്തിൽ തന്നെ കാണിച്ചിട്ടുള്ള കാര്യം. പുറപ്പാട് പുസ്തകത്തിൽ കാണിച്ചത് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. മനുഷ്യൻ പാപം ചെയ്ത് ഏഡൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് മുതൽ യേശു ക്രിസ്തുവിനെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ഈ ഭൂമിക്ക് വേണ്ടി, നമുക്ക് മനുഷ്യർക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. കണക്കെടുപ്പ് ഇപ്പൊ ഞാൻ കണക്കിന്റെ കാര്യം പറയുന്നില്ല. 14 ദിവസം ആട്ടുകുട്ടിയെ മാറ്റി നിർത്തിയ പോലെ 14 ദിവസം ദൈവസംഖ്യയുടെ കണക്കനുസരിച്ച് 14,000 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു കണക്കുണ്ട്. പ്രത്യേകം ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ. എനിക്ക് ആ ഒരു കണക്കനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ കാണുന്ന മത്തായി സുവിശേഷത്തിൽ അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എല്ലാ സുവിശേഷങ്ങളും കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനമുണ്ടായി. അതിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ഈ ഇമ്മാനുവേലിന് എന്ത് പേര് വിളിക്കണമെന്ന് മറിയയോട് ദൂതൻ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പോൾ ദൈവം ഈ ആട്ടിൻകുട്ടിയെ മാറ്റി നിർത്തിയതുപോലെ, ആ ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി ഈ ആട്ടിൻകുട്ടിയെ മാറ്റി നിർത്തിയതുപോലെ മനുഷ്യജാതിയുടെ മോചനത്തിന് വേണ്ടി ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തുകയാണ്. ദൈവത്തിന്റെ സ്വന്തം പുത്രനെ ഒടുവിൽ യേശു ക്രിസ്തു യാഗമായി മരിക്കുന്നു. ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു പഴയ ആ പെസഹായുടെ ആ ഒരു പരിപാടി യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലം വരെയുണ്ട്. പെസഹ കുഞ്ഞാടിനെ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ആ ഒരു പെരുന്നാൾ ആഘോഷിച്ചതായിട്ട് നമ്മളാരും കാണുന്നില്ല. അതിന്റെ കാരണം യേശു ക്രിസ്തു അതവിടെ നിർത്തി. യേശു തന്നെ സ്വന്തമായിട്ട് യാഗമായിട്ട് മാറിയതുകൊണ്ട് ഇനി യേശുവിന്റെ അപ്പം ഭക്ഷിക്കുക, യേശുവിന്റെ രക്തത്തിന്റെ അതിനൊരു പങ്കുചേരുക എന്ന രീതിയിലേക്ക് യേശു ആ ഒരു ശുശ്രൂഷയെ പുതിയതായിട്ട് മാറ്റിയതാണ് നമ്മളിന്ന് കാണുന്ന ഈ കർത്തൃമേശം. പ്രൈസ് ലോർഡ്. നിങ്ങളോട് കൂടെ ഉണ്ടോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തു അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത, അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കർത്തൃമേശ എന്ന് പറയുന്നത്. ഇതിന് പങ്കുചേരാൻ നമുക്ക് ഒത്തിരി റൂൾസ് ഉണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും ഈ പെസഹ കുഞ്ഞാടിനെ അറക്കപ്പെടുന്ന ദിവസത്തിൽ യേശു ദൈവം കുറേ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ഒരു റൂളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ആ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ആ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ആരെങ്കിലും വായിക്കുമ്പോൾ ഓക്കെ, ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വേദപുസ്തകം എടുക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം മുതലാണ് ആ ഭാഗം പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11-ന്റെ 23 മുതൽ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി കുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അത്രയും ഭാഗം യേശു ക്രിസ്തുവിൻ്റെ
കർത്തൃമേശയിൽ, യേശു ക്രിസ്തു സ്ഥാപിച്ച കർത്തൃമേശയിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ കർത്താവ് പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ അടുത്ത ഭാഗം കൂടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കണമേ. 27-ാം വാക്യം പറയും, അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് ശിക്ഷാവിധി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകരും അനേകരും നിദ്ര കൊള്ളുന്നു. വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണത്. യേശുക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് നമ്മൾ കൂട്ടായ്മ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ കയറി എടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ ദേവദാസൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വിശുദ്ധിയും ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളത്. കാരണം യേശുവിനോട് നമ്മൾ പങ്കാളികളാണ്, അല്ലെങ്കിൽ യേശുവുമായിട്ട് ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനിയിലുള്ള ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ അതിലെല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡാണ്. വിശുദ്ധിയിൽ ജീവിക്കുന്ന കർത്താവിനോട് വിശുദ്ധിയിൽ ജീവിക്കാത്ത ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരേ പാർട്ടിസിപ്പേഷനിലുള്ളവർക്ക് ഒരേ സ്റ്റാൻഡേർഡ്സാണ്. നമ്മളെല്ലാം ഒരേ സ്റ്റാൻഡേർഡ്സിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യേശു ക്രിസ്തു സ്നാനമേറ്റു യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു എഴുന്നേറ്റ് പൊങ്ങി വന്ന് ആ സ്നാനത്തിന്റെ ശുശ്രൂഷ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ പാപങ്ങളെ പറ്റി യാതൊരു ബോധ്യം ആവശ്യമില്ല. കാരണം പാപം ചെയ്തില്ലാത്ത മനുഷ്യനായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പാപമോചനം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. സോ രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തു ചെയ്തതുപോലെ സ്നാനപ്പെട്ട് യേശു ജീവിച്ചതുപോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഓരോ നിമിഷവും മാനസാന്തരത്തിൽ പുതുക്കി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഈ ആ കർത്തൃമേശയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ അവസാനം വരുന്നതിന് ഒരു കാര്യം കൂടെ പറയട്ടെ. പുറപ്പാട് പുസ്തകം 12-ാം വാക്യത്തിൽ ഒരു ഭാഗത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങളിത് കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുകയും കുറച്ച് പേര് സ്നാനപ്പെട്ടു, കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു, കർത്തൃമേശ എടുക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പം ഞാനിതിന് മാറി നിൽക്കാം. എന്നും ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. ഒരു കുടുംബത്തിലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കുള്ള അവസരമാണ്. ഏറ്റവും അടുത്ത സമയത്ത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവായ യേശുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ആ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായ സ്നാനം ഏറ്റ് കർത്താവിനോട് ചേർന്ന് സഭയിൽ നിങ്ങൾ പങ്കെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവസരമാണ്. നിങ്ങൾ ആരും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. കർത്താവിന്റെ രാജ്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തെ ഒരുമിച്ച് വീണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ വിട്ടു നിൽക്കുന്നെങ്കിലും അടുത്ത സമയത്ത്, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സമയത്ത് സ്നാനപ്പെടാത്തവർ എത്രയും പെട്ടെന്ന് സ്നാനപ്പെട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ സമയം അനുവദിച്ച ഒന്നാം ദേവദാസനോടും കുടുംബത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് വിരമിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ദേവദാസൻ ആ 2 പേര് പറഞ്ഞു. ചുമ്മാ അത് ഓടി വന്ന് എടുക്കുന്ന ഒരു ശുശ്രൂഷയല്ല. ആരോടെങ്കിലും പക, വിദ്വേഷം, പിണക്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് മാറ്റം. നമ്മൾ ഒരു സമർപ്പണത്തിനുള്ള സമയം ആണത്. പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ചിരിക്കണം. നമ്മൾ ആരെയും നോക്കണ്ട, ഒന്നും നോക്കണ്ട, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരണം നടന്നിട്ട് വേണം ഇത്. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. ഞാൻ ഉൾപ്പെടെ കുറവുണ്ട്. കുറവില്ലാത്ത ഒരു കുഞ്ഞു പോലുമില്ല. ദേവദാസൻ പറഞ്ഞതുപോണക്ക് ദൈവഹിതം ഉള്ള വ്യക്തി ദൈവത്തിന് 1 രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം, 2 സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കണം, 3 വേർപെട്ട് ആരാധിക്കുന്ന വ്യക്തിയായിരിക്കണം. അത് മാത്രമല്ല, വിശുദ്ധിയോടെ ജീവിക്കുന്നവർ കൂടെ ആയിരിക്കണം. അവരെല്ലാവരും വിശുദ്ധരായിട്ട് ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ
പത്രോസ് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ വിശുദ്ധനായി ഇരിക്കുന്നത് പോണക്ക് നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ ശാനപ്പെട്ട് വേർപെട്ട് രക്ഷപ്പെട്ട് ചാനപ്പെട്ട് വേർപെട്ട് നിൽക്കുന്ന മക്കൾ നമ്മളൊരു മാതൃകയായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ പോലെ ആവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ നമ്മളെ തന്നെ നോക്കുക. നമ്മൾ മറ്റൊരാളെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളെ തന്നെ നോക്കുക. ഞാൻ വിശുദ്ധനാണോ ഇല്ലയോ എന്ന് ഞാൻ തന്നെ എന്നെ നോക്കേണ്ടത്. നമുക്ക് വേറൊരു വ്യക്തിയല്ല നോക്കേണ്ടത്. നമ്മളെ തന്നെ നമുക്ക് കുറവുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് സമർപ്പണം ചെയ്യുന്ന സമയങ്ങളാണ് ഈ സമയങ്ങളിൽ. ഒരു ദിവസം നമ്മൾ ചെയ്ത പാപത്തിന്റെ പട്ടിക തന്നെ നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട്. ആർക്കും സ്വർഗ്ഗത്തിലോട്ട് കടക്കുവാൻ യേശുവിന്റെ തിരുരക്തത്താലുള്ള ആ പാപത്തിന്റെ പാപമോചനം താൻ മാത്രമേ ഇതുള്ളൂ. അതിന്ന് ദേവദാസൻ പറഞ്ഞു പോകണമെങ്കിൽ കുഞ്ഞാടിനെ അറക്കപ്പെടുന്നു. ഒരു കുഞ്ഞാടിനെ അറക്ക ചെല്ലുക. അന്ന് ഇസ്രായേൽ മക്കൾ വെടിവെച്ചിറങ്ങുമ്പോൾ എത്രയോ ആടുകൾ അറക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ജനത്തെ വെടിവെച്ചിറങ്ങിയതറിയാമോ? എന്നാൽ ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി അറക്കപ്പെട്ടത് കൊണ്ട് ഈ നീതിമാന്റെ രക്തത്താൽ മാത്രമേ നമുക്കൊരു രക്ഷയുടെ രക്ഷയുള്ളൂ. അങ്ങനെ രക്ഷയുടെ മാർഗത്തിൽ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് നിൽക്കുന്ന മക്കൾ വിശുദ്ധ മക്കളായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താണെന്നുള്ള കണ്ടീഷൻസൂടെ പറഞ്ഞു. അവര് രോഗിയാവാം, അവര് മരണം തന്നെ സംഭവിക്കാം എന്നവർ. ഒരു മരണം തന്നെ മുമ്പിലുണ്ട്. രോഗി അലക്ഷ്യമായിട്ട് വന്ന് തിരുവത്താഴത്തിന്റെ ശുശ്രൂഷയിൽ എടുക്കരുത്. എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നേ ഉള്ളു. എടുക്കുന്നവര് വിശുദ്ധിയോടായിരിക്കണം. എവിടെയെങ്കിലും ആരുടെയെങ്കിലും പക, വിദ്വേഷം, അസൂയ, ഭിന്നത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് മാറ്റണം. ആദ്യം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. അല്ലെങ്കിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി, 2 കരങ്ങൾ ഉയർത്ത്. ഒരു ശുദ്ധീകരണം തിരുവത്താഴം എടുക്കുന്നവർ മാത്രമല്ല, അല്ലാത്തവരോട് ശുദ്ധീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ഒരു പൂർണ്ണ ശുദ്ധീകരണമായിരിക്കണം നമുക്ക് വേണ്ടിയത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശുശ്രൂഷ എടുക്കുമ്പോൾ ഞാൻ അടുത്തത് പറയാം, ഭയത്തോടു കൂടിയായിരിക്കണം. കഴിഞ്ഞ ഒരു ദിവസം ഈ ശുശ്രൂഷ എടുക്കുമ്പോൾ ചില വ്യക്തികളെ തൊട്ട വിവരം എനിക്കറിയാം. അതിവിടെ നിൽക്കുന്നവർ കണ്ടിട്ടുണ്ട്. സ്വതന്ത്രം ദൈവം ഇവിടെ വാസ്തവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നറിയാവുന്ന എത്ര പേർക്കുണ്ട്? ഇനി ഒരു കാര്യമൂടെ ഞാൻ പറയാം. എന്തിനാ ഈ വൈകിട്ടും കൂടി ഈ മീറ്റിംഗ് വെക്കുന്നത്? സന്ധ്യാസമയത്ത് നടക്കണം. സന്ധ്യക്ക് രാത്രിയിൽ, അതിനാ 7 രാത്രികളിൽ ഈ മീറ്റിംഗ് ഇരിക്കുന്നതിന്റെ കാരണം ഒന്നതാണ്. സ്വതം അതിനാൽ 7ാമത്തെ ദിവസം ഒരു വലിയ പ്രവർത്തനമുണ്ട്. 7ാമത്തെ ദിവസം ഒരു വലിയ വീര്യപ്രവൃത്തിയുണ്ട്. 7ാമത്തെ ദിവസം ഇന്നിരിക്കുന്ന ഞാൻ പറഞ്ഞ ഒരു ചെങ്ങമനാടിന്റെ മാറ്റത്തിനല്ല, ചെങ്ങമനാടിന്റെ കൊട്ടാരക്കരയ്ക്ക് മാറ്റത്തിനല്ല, ലോകത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ്. ഇത് ലോകത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ദിവസമായി. ഈ 7 ദിവസം കഴിയുമ്പോൾ ലോകത്തെ ഒന്ന് മാറ്റി മറിച്ചു യേശുവിലായിത്തീരുന്ന ഒരു വലിയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് മാറ്റാൻ പോവുക. ആ കുഞ്ഞാടിന്റെ രക്തം ഒന്ന് ഹല്ലേലൂയ ഏറ്റെടുക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരിലോട്ടത് വ്യാപരിക്കാൻ പോവുക. ഒരു വ്യക്തികൾ മാത്രമല്ല, ആരൊക്കെ ഈ രക്തം സ്വീകരിക്കാൻ വേണ്ടി ആയിട്ടുണ്ടോ അവരിലോട്ട് ദൈവപ്രവൃത്തി ആരംഭിക്കുന്ന കാണാം. ഹല്ലേലൂയ. ഞാനും ഈ യേശുവിനെ രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ സ്നാനപ്പെട്ട് വേർപെട്ടതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ അന്ന് ഒരു സഭയിൽ ഒരു വിശ്വാസി, അസാധാരണ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചപ്പോൾ എനിക്ക് യേശുവിനെ അറിയുവാൻ കഴിഞ്ഞില്ല.
ഇന്ന് എനിക്ക് യേശുവിനെ അറിയുവാനായിട്ട് കഴിഞ്ഞു. അത് ഇന്ന് നമ്മുടെ പിന്നി ബ്രദർ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അറിയുന്നുണ്ടോ? നിങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് അറിയാൻ പറ്റും? ചുമ്മാ ആരെങ്കിലും പറയുന്നതനുസരിച്ചല്ല വിശ്വസിക്കണ്ടേ. ഒരാൾ പറഞ്ഞു യേശു അവിടെ, യേശു ഇവിടെ, യേശു അവിടെ, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. യേശു എവിടെ വസിക്കുന്നത്? യേശു നമ്മളിൽ ഓരോരുത്തരിലുമാണ്. ഈ യേശു നമ്മളുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്നറിയണം. നമ്മളല്ലാതെ നമ്മൾ തന്നെ രുചിച്ചറിയണം. രുചിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ യേശുവിനോട് കൂടെ നടക്കാൻ. ചുമ്മാ ആരെങ്കിലും പറഞ്ഞിട്ട് നടക്കുകയല്ല. നമുക്ക് തന്നെ വ്യക്തമായിട്ട് യേശുവിനെ കുറിച്ച് ഒന്നറിയണം. അങ്ങനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ യേശുവിനെ വിട്ട് എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുന്ന സമയമുണ്ട്. ഞാൻ ചില സമയങ്ങൾ വിങ്ങി വിങ്ങി കരയുന്ന സമയങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ അമ്മ എന്നെ ഒറ്റപ്പെടുന്ന സമയം, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്ന സമയം, എല്ലായിടത്തുനിന്നും ഒരു ഒറ്റപ്പെടുത്തുന്ന സമയം, ഞാൻ ഏകാന്തമായി വിങ്ങി വിങ്ങി കരയുമ്പോൾ എൻ്റെ യേശു എൻ്റെ അടുക്കൽ വരും. മോനെ, എല്ലാവരും ഉപേക്ഷിച്ചെങ്കിലും എല്ലാവരും നിന്നെ തള്ളിയെങ്കിലും നീ എനിക്ക് മാന്യനാണ്, നീ എനിക്ക് മാന്യനാണ്. ലോകക്കാരെ തള്ളിക്കോട്ടെ, നീ എനിക്ക് മാന്യനാണ്. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നത് കൊണ്ടാണ് ഞാനും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വേർപെട്ട് ഹല്ലേലൂയ സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിച്ചില്ല എങ്കിൽ ഒരിക്കലും ഞാൻ ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു. ഇന്നും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന എന്താണ്, ഈ യേശുവിനെ ഒന്ന് രുചിച്ചറിഞ്ഞ് യേശുവിനോട് കൂടി യേശു എങ്ങനെ വിശുദ്ധനായി ജീവിച്ചിരുന്നോ അതുപോലെ നമ്മളും നമുക്ക് മറ്റൊരുവനെ നോക്കണ്ട. ഒരാൾ പറയോ, ഓ അവരുടെ നടപ്പ് നോക്ക്, ഇവരുടെ നടപ്പ് നോക്ക്, മറ്റൊരുവന്റെ നടപ്പ് നോക്ക്. നമുക്ക് ആരുടെ നടപ്പ് നോക്കണ്ട, നമുക്ക് ഒരുവന്റെ നടപ്പ് മാത്രം നോക്കിയാൽ മതി. യേശുവിന്റെ, നമുക്ക് ആരെയും കുറ്റം പറയണ്ട, നമുക്ക് യേശുവിനെ മാത്രം ഒന്ന് നോക്കാൻ പറ്റുമോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഒരാൾ പറഞ്ഞു, കണ്ടില്ലയോ അവര് വിശ്വാസത്തിൽ വന്നിട്ട് അവരുടെ നടപ്പ് കണ്ടില്ലയോ, എന്നിട്ടറിയാമോ ഇവരുടെ നടപ്പ് കണ്ടില്ലയോ? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. യേശുവിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ. ഇതാ യേശുവിനെ മാത്രം നോക്കി ഇറങ്ങിയിരിക്കുക ഞാൻ, അത് നമ്മളാ മാതൃക. ഹല്ലേലൂയ. മറ്റൊരുവനെ നമ്മൾ നോക്കണ്ട, മറ്റൊരു വ്യക്തിയെ നോക്കണ്ട, യേശുവിനെ മാത്രം നോക്കി ഇറങ്ങി. ഞാനും എൻ്റെ യേശുവിനെ മാത്രം നോക്കി ഇറങ്ങിയ വ്യക്തിയാണ്. അതുകൊണ്ട് ആരെല്ലാം തള്ളിയാലും യേശു നമ്മളെ തള്ളത്തില്ല. അമ്മ തള്ളിയാലും, പെറ്റമ്മ നിന്നെ മറന്നാലും, സഹോദരൻ നിന്നെ മറന്നാലും, കൂട്ടുവിശ്വാസികൾ നിന്ന്, കൂട്ടു സഹോദരങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും ഒരുവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അത് പൂർണ്ണമായിട്ട് അറിയും. ഇന്ന് ഞാനും അതിൻ്റെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഈ തിരുവത്താഴത്തിന് മുമ്പ് പറയാം. ഞാൻ ഇറങ്ങിയത് ഒറ്റയ്ക്കാണ്, അറിയാരുമില്ല. ഒറ്റയ്ക്ക് ഈ ബൈബിൾ എടുത്തുണ്ടായിരുന്നു. തിരുവത്താഴത്തിന് മുമ്പ് ഞാൻ പറയുക, 10-40 കിലോമീറ്റർ ഈ വചനവും എടുത്ത് നടന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ പോലും പോയി വെള്ളം കുടിക്കാൻ പോലും ആദ്യകാലങ്ങളിൽ ഞാൻ ഭക്ഷണം പോലും കഴിക്കരുത്, രാത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ശുശ്രൂഷിച്ച് ഇറങ്ങിയവർ സ്വതം. ഞാൻ ഒരുവനെ നോക്കി മാത്രം ഇറങ്ങിയ വ്യക്തിയാണ്. പലപ്പോഴും നമുക്ക് ഇവിടെ ദൈവദാസൻ പറഞ്ഞ വചനത്തിന് മുമ്പിൽ ദുർവർത്തമാനം നിമിത്തം നീ ഭയപ്പെടരുത്, നീ ഒന്നുകൊണ്ട്
പേടിക്കുക. നമ്മളെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞോട്ടോ. ഇന്ന് അവൻ പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ കുറിച്ച് ചില പിക്ചറുകൾ ഓരോരുത്തരുടെയും മുമ്പിൽ ലോകത്തുണ്ടായിരിക്കും. എൻ്റെ ദൈവം എന്നെ നല്ലതുപോലെ അറിയാം. നമ്മുടെ ദൈവം നമ്മളെ നല്ലതുപോലെ അറിയാം. നമ്മളെ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞോട്ട് നമുക്കും ദൈവമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ശുദ്ധീകരണം നമ്മളിലാണ്. എത്ര പേര് ശുദ്ധീകരിക്കാറില്ല? ഇനി ഒരാളെ എടുത്ത് പറഞ്ഞു, ഞങ്ങള് പള്ളിയിൽ പോന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എനിക്കൊരു പാപവുമില്ല, ഞാൻ ക്ലീനാണ് പറയുന്ന വ്യക്തികളാണ്. എനിക്കൊരു കുറവുമില്ല. ഞാൻ പറയാം, അവർ കള്ളമാ പറയുന്നത്. പോഷികന്റെ ആത്മാവ് അവിടെ നിൽക്കുന്നത്. ഞാൻ പറയാം, പാപം ചെയ്യാത്ത ഒരുവൻ ഇതിൻ്റെ തിരിമുണ്ടെങ്കിൽ പറ, ഒന്ന് കൈ ഉയർത്തി പറ, ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തി പറ. യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണമേ ഉള്ളു. അല്ലാതെ നമുക്ക് പുകഴുവാനോ നമ്മുടെ ഒരു യോഗ്യത കൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമെന്നല്ല പറഞ്ഞത്. എന്നാൽ ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഏറ്റുപറയാനുള്ള സമയമാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പാപങ്ങളെ ഒന്ന് ഹൃദയത്തിൽ ഏറ്റുപറ, മനസ്സുകൊണ്ട് ഏറ്റുപറ. ഒരു വിശുദ്ധിയായിരിക്കുക. ഞാൻ എൻ്റെ പകയെല്ലാം വിട്ടു, എൻ്റെ പിണക്കം ഞാൻ വിട്ടു, എൻ്റെ സകലത ഞാൻ വിട്ടു. എത്ര പേര് പറയാം? വിട്ടെന്ന് ചുമ്മാ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. ഉള്ളിലാ ഹീലിംഗ് നടക്കേണ്ടത്. ഉള്ളിലാ ഒരു മാനസാന്തരം വരേണ്ടത്. ഇന്ന് ഉള്ളിൽ നിന്ന് മാനസാന്തരം വന്ന ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ ദിവസമായി. 7ാമത്തെ ദിവസത്തിന്റെ വിടുതൽ എന്താണെന്നറിയാമോ? സാധാരണ വിടുതലായിരിക്കത്തില്ല. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വിടുതലായിരിക്കും. നമ്മുടെ അകത്ത് നടക്കണേ. ഹല്ലേലൂയ. അകത്തൊരു ക്രിയ നടക്കുക. അത് അകത്ത് നടക്കുമ്പോൾ പുറത്തും അനുഭവിക്കപ്പെടാൻ പോവുക. അകത്തും പുറത്തും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. തിരുവഴുത്താഴം എടുക്കുന്നതിന് മുമ്പ് പറയാം. അതിമനോഹരമായ ഒരു ടേബിൾ നോക്കെ, അങ്ങോട്ട് നോക്കെ, ഒളിഞ്ഞു കിടക്കുന്നു. എവിടെ പ്രോബ്ലമുണ്ട്? അതിമനോഹരമായ ഒരു വലിയ പാത്രം അടുക്കൽ നടുക്ക് കീറി കത്തിയത് ആരെങ്കിലും കണ്ടോ? ഏറ്റവും സുന്ദരനായ ഒരു പൈതന്റെ തലയ്ക്കടിച്ചു. സ്തോത്രം. എവിടെയൊക്കെ തൊട്ടു? ഞാൻ ദൈവത്തോട് കരഞ്ഞു, ദൈവമേ, നീ തന്ന ഒരു കുഞ്ഞിൽ പോലും കർത്താവേ, ആ രക്തത്തിന്റെ തണുപ്പ് വന്നതുകൊണ്ടാണ് ഒരു കുഴപ്പവും പറ്റാതിരുന്നത്. എന്നാൽ ഒരു കാര്യം പറയാം, വാഹനം എന്നാൽ അതിമനോഹരമായ ഒരു ജീപ്പാണ്. അതിന്റെ സൈഡിൽ പിടിച്ചു. വെളിയിൽ വാഹനത്തെ തൊട്ട്, ടേബിളിലെ തൊട്ട്, അടുക്കളയിലെ കഞ്ഞി വെക്കുന്ന പാത്രത്തെ തൊട്ടു, ഇതിനകത്തുള്ള ആൺകുഞ്ഞിനെ തൊട്ടു. എന്നാൽ കുഴപ്പം പറ്റിയില്ല. ഇന്ന് ഞാൻ പറയാം, എവിടെല്ലാം തൊട്ടു? എനിക്കറിയാം വിടുതൽ നടന്നെന്ന്. എവിടെ വിടുതൽ നടന്നു? എവിടെ നിന്നും? ഇവിടെ വിടുതൽ നടന്നു കഴിഞ്ഞു. അതിമനോഹരമായ ഒരു ടേബിൾ പോയെങ്കിൽ അടുത്ത വലിയ ടേബിൾ വീണ്ടും വരാൻ പോവാ. ഞാൻ ഈ ടേബിള് പൊളിയുമെന്നും പറഞ്ഞുകൊണ്ടല്ല ഇവിടെ വെച്ചത്. എന്നാൽ ഇന്ന് പൊളിഞ്ഞു. സ്വത്രം. എനിക്കതിന് വിഷമമില്ല. എന്താണെന്നറിയാമോ? ടേബിൾ പോന്നെങ്കിൽ പോട്ടെ. സ്വത്രം. എന്നാൽ ചിലത് നടക്കാൻ പോയി. ടേബിളിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പാത്രത്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. എന്നാൽ ഇരിക്കുന്ന ഒരു ആത്മാക്കൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഒരാത്മാവുടെ വിലയെന്ന് പറഞ്ഞാൽ സ്വർഗത്തില് 5 കോടിയല്ല, 100 കോടിയല്ല, 1000 കോടി രൂപ കൊടുത്താലും, 10,000 കോടി രൂപ കൊടുത്താലും, ലക്ഷക്കോടികൾ കൊടുത്താലും അതിന്റെ വില എത്രയാണെന്ന് ഇന്ന് ലോകത്തിന് ആർക്കും മതിക്കാൻ പറ്റുന്നതല്ല. എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പണത്തിനായിരിക്കാം, വലിയ പ്രസ്ഥാനത്തിനായിരിക്കാം. ഞാനൊരു പ്രസ്ഥാനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു സഭയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നിനെ ഉള്ളു, കർത്താവിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്വന്തം
വേറെ ഒന്നിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ യേശു തന്നെ ആയിരിക്കണം. യേശു അല്ലാത്ത ജീവിതം, യേശുവില്ലാത്ത ജീവിതം ഒരിക്കലും എത്തേണ്ട സ്ഥാനത്തെത്തത്തില്ല എന്ന് ഞാൻ പറഞ്ഞ. യേശു എങ്ങനെ വിശുദ്ധമായി ജീവിച്ചിരുന്നോ അതുപോലെ ഞാൻ ജീവിക്കാൻ റെഡിയായി. ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ സമയത്ത് എവിടെയെങ്കിലും ഗംഭീരമുണ്ടെങ്കിൽ അത് ക്രമീകരിച്ചേ പറ്റൂ. ഞാൻ ഇന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൂടെ പോയിട്ട് ഈ തിരുവത്താഴം കൊടുക്കത്തുള്ളൂ. ദൈവം പറയുന്ന വ്യക്തി തിരുവത്താഴം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കാൻ സമ്മതിക്കില്ല. അത് കറക്റ്റ് ചെയ്തിട്ട് ഇന്ന് ഞാൻ തിരുവത്താഴം കൊടുക്കത്തുള്ളൂ. എന്റെ കർത്താവ് അല്ലാതെ സമ്മതിക്കത്തില്ല. അവര് എവിടെയെങ്കിലും മാനസാന്തരമുണ്ടെങ്കിൽ അവര് മാനസാന്തരപ്പെട്ട് ആരല്ലേ സോദരൻ ഇന്ന് റെഡിയായ മാത്രം ഇതിനകത്ത് പിന്നിലുള്ള കുഴപ്പം. ചുമ്മാതെ വന്ന് എല്ലായിടത്തും പോയി തിരുവത്താഴം എടുക്കുന്നവണ്ണം എടുക്കാൻ ഇതിനകത്ത് അനുവദിക്കത്തില്ല. കർത്താവ് ഞാൻ ആദ്യം നോക്കൂ, എന്നിലോട്ട് നോക്കൂ. എന്റെ കുറവുണ്ടോ കർത്താവ്, നീ എന്നോട് സംസാരിക്കും. ഞാൻ റെഡിയാണ് കർത്താവ്. ആരോടെങ്കിലും കണ്ടു, ഏതെങ്കിലും സഭയോടൊരു ഭിന്നതാണ്, എന്തെങ്കിലും ഒരു വിദ്വേഷം എവിടെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് എന്നോട് വെളിപ്പെടണം. യേശുവേ പരിശുദ്ധാത്മാവെ എന്നോട് വെളിപ്പെടുത്തണമേ. എന്തിലെങ്കിലും എന്നിലുണ്ടെങ്കിൽ കർത്താവെ ഞാൻ ഇന്ന് അത് ക്രമീകരിക്കാൻ റെഡിയാണ്. കർത്താവെ എന്റെ കുഴപ്പങ്ങൾ ചിലത് വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ഏതെങ്കിലും കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളോ എന്ത് വിഷയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഇന്ന് നമ്മൾ നേരിട്ട് പറയാം. ഒരു മിനിറ്റ് സ്നാനപ്പെട്ടവർക്കൊന്ന് കൈ ഉയർത്താം. ഇന്ന് തിരുവത്താഴം എടുക്കാം, അവർ മാത്രമേ കൈ ഉയർത്താവുള്ളൂ. അല്ലാത്തവരെ കൈ ഉയർത്തൽ. ഞാൻ ഇടയ്ക്കൂടെ ക്രമീകരണങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെടുത്ത് ഞാൻ പറയും, അവർ ഈ തിരുവത്താഴത്തിലോട്ട് വരരുത്. സ്വതം അല്ലെങ്കിൽ എല്ലാവരും കൈ സ്നാനപ്പെട്ടവർ മാത്രം കൈ ഉയർത്തുക. ഇങ്ങനെ സാധാരണ ആരും ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ദൈവാത്മാവ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത ഒറ്റക്കും എടുക്കില്ല. നിങ്ങൾ കണ്ടോ, അവിടെ ഒരു ക്രമീകരണം ഇല്ലാതിരുന്നപ്പോൾ ഞാൻ തെറിച്ചു വീണ് എൻ്റെ കാല് രണ്ടും പോകേണ്ടതാണ്. എന്നാൽ ആ സ്ലിപ്പായി തന്നെ മാറി. ഈ കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ എനിക്കങ്ങനെ ഇടയ്ക്കോട്ട് വരുന്നില്ല. അതിനാരെ തിരഞ്ഞെടുക്കേണ്ടിയെന്ന് അവന് മാത്രമേ ഇന്ന് കടന്നു വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ദൈവാത്മാവ് ആരോട് പറയുന്നു അവർ മാത്രമേ ഈ അപ്പവും വീഞ്ഞും ഓരോ വ്യക്തികളോട് കൊടുക്കാനായിട്ട് അനുവദിക്കത്തുള്ളൂ. അവരെ കൂടി ഇപ്പൊ ഞാൻ വിളിക്കും.